ഇവിടെ ഭയങ്കര മഴ. 5500. ഇതാണ് എൻട്രൻസ്. ഇതിനെ കാണാൻ പറ്റും. വലിയൊരു എലിഫന്റ്. എന്ത് പെർഫെക്റ്റ് ആയിട്ട് 24ാമത്തെ സ്ഥാനമാണ്. ഞങ്ങൾ വന്നു ഇതിനകത്ത്. ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് നമ്മൾ ബാങ്കോക്കിന് ബൈ ബൈ പറയാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ബുദ്ധ ടെമ്പിളിൽ പോകുന്നുണ്ട്. ബുദ്ധ ടെമ്പിളിൽ പോയി കഴിഞ്ഞിട്ട് നമ്മൾ ഇച്ചിരി ഷോപ്പിങ്, അത് കഴിയുമ്പോൾ തന്നെ നമ്മൾ എയർപോർട്ടിലോട്ട് പോവുകയാണ്. എയർപോർട്ടിൽ പോയിട്ട് നമുക്ക് 5:15 അങ്ങനെ എന്താ ഫ്ലൈറ്റ്. അപ്പോൾ അങ്ങനെ ഇന്നിപ്പോൾ ഇനിയിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവുകയാണ്. ഇപ്പോൾ ചെക്കൗട്ടും ചെയ്തിട്ടാണ് പോകുന്നത്. അങ്ങനെ ഇന്ന് ലാസ്റ്റ് ഡേയിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ്. ലാസ്റ്റ് ഡേ ബാങ്കോക്കിലെ ലാസ്റ്റ് ഡേയിൽ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഏറ്റവും ഉറക്കം വന്നിരിക്കുന്ന ദിവസം. സത്യം ഉറക്കം വരുന്നത് മാത്രമല്ല, പിന്നെ ചെറുതായിട്ടൊരു ഇതുമുണ്ട്, നമ്മൾ പോവുകയാണല്ലോ എന്നുള്ളൊരു മനസ്സിലുണ്ട്. പിന്നെ ഇച്ചിരി റഷപ്പാണെന്ന്. ഒന്ന് നമ്മൾ ചെക്കൗട്ടും ചെയ്തിട്ട് വേണം 8:30 ഇറങ്ങാൻ. നോർമലി നമ്മൾ ഇറങ്ങുന്നത് നേരെ അങ്ങ് കഴിച്ചിട്ടങ്ങ് നമ്മൾ ഇറങ്ങുക. ഇപ്പം അങ്ങനെയല്ല. അതുകൊണ്ട് ഫുഡൊന്നും കഴിക്കാനൊന്നും പറ്റത്തില്ല, ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അതാണ് മെയിൻ പ്രശ്നം. പിന്നെ ഓൾറെഡി ഇന്നലെ ഞങ്ങൾ കുറേ ഫുഡ് ട്രൈ ചെയ്തു. പക്ഷേ നിങ്ങൾ കഴിച്ചതിൽ ഏറ്റവും ബെസ്റ്റ് ഫുഡ് ക്രൂസിലായിരുന്നു. ആ ക്രൂസായിരുന്നു ഏറ്റവും സെറ്റപ്പ് ഈ ട്രിപ്പിലെ. ഒരു വൈബ്. ചിലപ്പോൾ പാട്ടും ഡാൻസും എല്ലാം കൂടെ ആയിരിക്കും. ഓരോരുത്തർക്കും ഓരോ രീതിയാണ്. ശരിയാ, അതെല്ലാം ഒരു നല്ല സ്ഥലം. ബാങ്കോക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളിയായിട്ടൊരു സ്ഥലമാണ്. പക്ഷെ പടപടാ ഫുഡ് കഴിക്കണം. എങ്ങനെ പടപടാ. ഇതാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. ഇന്ന് നമുക്ക് ചെറുപറ എന്നാണ് ഫുഡ്. ഒന്നാമത്തെ കാര്യം, അവർ സമയം അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ചെക്കൗട്ട് കൂടെ ചെയ്യുന്നതാണ്. ഇവിടെ നിൽക്കുന്നവർക്ക് ആ പ്രശ്നമില്ല. പക്ഷേ നമുക്കുണ്ട്. ഞാൻ ആദ്യം വിചാരിച്ചു ഫ്രഷായിട്ട് ചൂട് ഓംലെറ്റ് കഴിക്കാൻ. വേണ്ട, വേറൊരാളുടെ ഫുഡ് നോക്കുക. നമ്മൾ ദോശയും എടുത്ത് ദോശ ചമ്മന്തി അല്ല. പക്ഷെ എനിക്കിന് വിഷമമായി. നമ്മൾ നിന്ന റൂമിൽ നിന്ന് അത് എവിടെ നിന്നായാലും വരുമ്പോൾ ഹോസ്റ്റലിൽ നിന്നായാലും എനിക്ക് അതിനോടൊരു അറ്റാച്ച്മെന്റ് ഉണ്ട്. എല്ലാവർക്കും അങ്ങനെ ഞങ്ങളുടെ ട്രിപ്പ് തീരാറായി. ബുദ്ധ ടെമ്പിളൂടെ കണ്ട് ഷോപ്പിംഗ് കഴിച്ച സമയം അത്രയേ ഉള്ളൂ. ഇനിയും വേറെ രാജ്യം ആണ്. നമ്മൾ ഓരോ സ്ഥലം കണ്ട് പോകണം. ഇവിടെ ഭയങ്കര മഴ. നമ്മുടെ ബുദ്ധ ടെമ്പിൾ ക്യാൻസൽ ആവുമെന്ന് എനിക്കൊരു ഡൗട്ടുണ്ട്. ഭയങ്കര മഴയാണ് വെളിയിൽ. കണ്ടോ, ഞങ്ങൾ അതുകൊണ്ട് ബാഗിൽ നിന്ന് കുട വാങ്ങിച്ചത് ഞങ്ങൾ എടുത്തു. പിന്നെ പോയിട്ട് എടുത്തു. എന്തായാലും അവിടെ വെക്കാൻ പറ്റും ബാഗേജ്. ചെക്കൗട്ട് ചെയ്തിട്ട് അവിടെ ഫോർച്യൂൺ ട്രിവാൻഡ്രം എന്ന് എഴുതിയിട്ടുണ്ട്, അവിടെ വെക്കാൻ പറ്റും. അവിടെ വെച്ചെടുത്തുനിന്ന് ഞങ്ങൾ രണ്ടാമത് പറഞ്ഞ് ഞങ്ങൾ എടുപ്പിച്ചതാണിത്. ഞങ്ങൾക്ക് അറിയത്തില്ല മഴയായിരുന്നു എന്ന്. എന്തായാലും 8:30 പോകുമെന്നാണ് പറഞ്ഞേക്കുന്നത്. 8:20 ഞങ്ങൾ താഴെ വന്നു. കുറച്ച് ഫാമിലീസും താഴെ വന്നു. ഇനി ബാക്കിയുള്ളവർ വെയിറ്റ് ചെയ്യാണ്. 8:30 കഴിഞ്ഞ് വെയിറ്റ് ചെയ്യത്തില്ല എന്ന് പറഞ്ഞതെന്ന് വെച്ചാൽ ഇന്നത്തെ ടൈം ഇച്ചിരി ടൈറ്റ് ആയതുകൊണ്ട് കറക്റ്റായിട്ട് അവർ മൂവ് ചെയ്യും എന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മളോട്. ഗൈസ്, കഷ്ടപ്പെട്ട് കുട എടുത്തപ്പോൾ മഴ മാറി, വെയിലായി. അത് പിന്നെ അങ്ങനെ ആണല്ലോ. താഴെ വന്നപ്പോൾ ഭയങ്കര മഴ. ഇനി ഈ കുടയും തൂക്കി പിടിച്ച് കൊണ്ടുപോകണമല്ലോ ആലോചിക്കുമ്പോഴാണ്. പോകാൻ നേരത്തെ ഡ്രൈവറിന് കൊടുത്തിട്ട് പോ, ചേട്ടാ എന്നാ ഒരു സമ്മാനം. അപ്പോൾ ഞങ്ങൾ കയറാൻ പോവാണ്. ഇത് അടുത്ത ഫോർച്യൂൺ ടീം. ഇതാണ് ഞങ്ങളുടെ ഹോട്ടൽ. അങ്ങനെ ഗൈസ്, ബസ്സിൽ നിന്ന് ഇറങ്ങി കുട എടുക്കാൻ മറന്നോണ്ട് നമ്മൾ ഒന്നുകൂടെ കുട എടുക്കാൻ വേണ്ടി എടുക്കുന്ന പറഞ്ഞു. അന്നേരം പറ്റത്തില്ല. എന്നിട്ട് ഇറങ്ങി കഴിഞ്ഞപ്പോൾ രണ്ടാമത് ഓടിയേക്കുന്നു. ഇതാണ് ഗോൾഡൻ ബുദ്ധ. പക്ഷെ അകത്ത് വീഡിയോ എടുക്കാൻ പറ്റത്തില്ല എന്ന് അവർ പറഞ്ഞു. ബിക്കോസ് ആ ബുദ്ധ മൊത്തം ഗോൾഡിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. എത്ര കിലോ സ്വർണം കൊണ്ട് അത് ഉണ്ടാക്കിയിരിക്കുന്നത്. അകത്ത് പക്ഷെ ഫോട്ടോസ് എടുക്കാം. അപ്പം ഗോൾഡൻ ബുദ്ധ. See the golden Buddha 5,500 kg นะ full gold solid gold
5500 ഗോൾഡ്. Yeah. ഇത് മൊത്തം മാർബിളാ. Now move from the north of Thailand. But Buddha 5500 ഒരു കിലോ ഗോൾഡ് ആണ്. ഗോൾഡ് കൊണ്ടാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. ബുദ്ധയുടെ തലയും ശരിക്കും പറഞ്ഞു ഇത് കഴിഞ്ഞാൽ ഗോൾഡ് ആണ്, പോളിഷ് ചെയ്തിട്ടില്ല. ചെയ്യാത്തോണ്ട് ആ ഒരു കളർ ഡിഫറൻസ്. ഈ കണ്ണെന്ന് പറയുന്നത് സഫയർ കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന കണ്ണാണ്. ഇത് ബ്ലാക്ക് സഫയർ അല്ലേ? അതൊരു ഈ മാർബിൾ എന്ത് 100 കോടിയുടെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഓണാക്കണം കൊട, ഓണാക്കണം കൊട. കൊട ഓണാക്കണം. two upstairs. ഒന്ന് ഓണാക്കിക്കോ. ഇത് ഏതോ രാജാവാണെന്ന് തോന്നുന്നു. ഇതാരാന്ന് അറിയത്തില്ല. ഇടയ്ക്കിടയ്ക്ക് ഫോട്ടോ കാണാം, പക്ഷെ കണ്ണാടി കണ്ടിട്ട് റേബാനാണെന്ന് തോന്നുന്നു. ഉണ്ടോ? ഇതൊന്നും പറ്റത്തില്ല. ഹാഫ് സ്ലീവ് പറ്റത്തില്ല, ഷോർട്സ് പറ്റത്തില്ല, ഒന്നും പറ്റത്തില്ല. ഇത് ഓൾമോസ്റ്റ് ഒരു 4 ഫ്ലോർസ് ഉണ്ടല്ലേ, സ്റ്റെപ്സ്. ഇത് വേൾഡിലെ ലാർജസ്റ്റ് ഗോൾഡൻ ബുദ്ധയാണ്. ബിഗ് ബുദ്ധ എന്ന് പറഞ്ഞിട്ട് വേറൊന്നുണ്ട്. ഇത് ബിഗ് ബുദ്ധ അല്ല, ഇത് ഗോൾഡൻ ബുദ്ധ ആണ്. ഗോൾഡിലെ ലോകത്തിലെ ഏറ്റവും ലാർജസ്റ്റ് ആണ് ഇത്. ബിഗ് ബുദ്ധ വലിയതുണ്ട് വേറെ, പക്ഷേ അത് ഗോൾഡ് അല്ല ആക്ച്വലി. ഇവിടെ എല്ലാവരും മണി ഇങ്ങനെ തട്ടി പോകുന്നുണ്ട്. ഇവിടെ വന്നിട്ട് നമ്മൾ ഷൂ വരണം. ഗായ്സ്, അപ്പോൾ ഇങ്ങനെ ഫോട്ടോ മാത്രമേ എടുക്കാൻ പറ്റത്തുള്ളൂ, വീഡിയോ എടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഇപ്പോൾ ഇതാണ് അകത്തെ ഫോട്ടോസ്. അങ്ങനെ ഞങ്ങൾ ഇറങ്ങി സൈഡിലെ വ്യൂസ് ഒക്കെ ഞാൻ എടുത്ത് കാണിച്ചു തരാം. ആ വ്യൂ, അതിലെ എൻട്രൻസ് കയറിയിട്ട് ഇതിലെ എക്സിറ്റ് ഇറങ്ങാണ്. ഇവിടുന്ന് ഇപ്പോൾ നോക്കിയാലും നല്ലൊരു ഹൈറ്റ് ഉണ്ട് ടെമ്പിളിന്. കണ്ടോ? ഞാനിപ്പോൾ റൗണ്ട് അടിച്ച് ഇത് കാണിക്കാം. ഇതാണ് എക്സിറ്റിൻ്റെ സ്ഥലം. ഇവിടെയാണ് നമ്മൾ ഷൂസൊക്കെ വെക്കുന്നത്. എന്നിട്ട് ഇതിലേ തന്നെ എക്സിറ്റ് ആവാം എന്നാ പറയുന്നത്. മീൻസ് ഇവിടെ ബോർഡ്സ് എഴുതി വെച്ചിട്ടുണ്ട് എക്സിറ്റ് എങ്ങോട്ടാണെന്ന്. ഇത് തന്നെ ഒരു ഇച്ചിരി ഹൈറ്റിലാണ്. ഒരു 4 ഫ്ലോർസ് ഇല്ല, ഒരു 2 ഫ്ലോറിൻ്റെ ഹൈറ്റേ ഉള്ളൂ. ഇത് മൊത്തം മാർബിളാണ്. അത് മാർബിൾ ആയതുകൊണ്ടാണ് ഇത് ഇത്ര നല്ല റേറ്റ് ഉണ്ട് ഇതിന്. ഇതിങ്ങനെ സൈഡിൽ നിന്നുള്ള വ്യൂ ആണ്, നമുക്ക് കാണാം. കണ്ടോ? നമ്മൾ ഇതിലെയാണ് കയറി വരുന്നത്. കയറി വന്ന് നമ്മൾ നേരെ എൻട്രൻസ്. പക്ഷേ എൻട്രൻസിന് മുന്നേ ഇപ്പോൾ ആ വഴി ചെന്നിട്ട് നമ്മൾ ചെരുപ്പ് വെച്ചിട്ടാണ് വന്നത്. ഇതിന് മുന്നേ നമ്മളിവിടെ ഇങ്ങനെ ഇവരുടെ ഒരു ആചാരം പോലെ നമ്മളെന്തെങ്കിലും പ്രാർത്ഥിച്ചിട്ട് ഈ മണി അടിക്കും. ഈ മണികൾ അടിച്ചിട്ടാണ് നമ്മൾ കയറുന്നത് അകത്തോട്ട്. ഇതാണ് എൻട്രൻസ്. ഇവിടെ നമുക്ക് ബുദ്ധനെ കാണാൻ പറ്റും. അകത്ത് ബുദ്ധൻ മാത്രമാണ് ഗോൾഡ് എന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഫുള്ളായിട്ട് ഗോൾഡാണ്. ഹെഡിൻ്റെ അകത്തെ ഹെയർ പോലുള്ളതും ഗോൾഡാണ്, പക്ഷെ അത് പോളിഷ് ചെയ്തിട്ടില്ല. അത് കാരണമാണ് അത് അങ്ങനെ ആ ഒരു ഡിഫറെൻറ്റ് ഷെയ്ഡിൽ നിൽക്കുന്നത്. ബാക്കിയൊക്കെ പോളിഷ് ചെയ്യുന്നതാണ്. കണ്ടോ? ഇതൊക്കെ അവർ കവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. കണ്ടോ? ഒരു പ്ലാസ്റ്റിക് പോലെ വെച്ചിട്ട്. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് നോ വീഡിയോ, നോ സെൽഫി എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. സൺഗ്ലാസ് വെക്കരുത്, സൗണ്ട് വെക്കരുത്. നമ്മൾ അറിഞ്ഞില്ല. ഇതാ ഇങ്ങനെ നമ്മൾ എക്സിറ്റ് ചെയ്യുന്നത്. ഇവിടെ ഇപ്പം വെറ്റായിട്ട് കിടക്കുക. ചിലവരൊക്കെ സ്ലിപ്പായി. അവിടെയും ആൾക്കാർ ബുദ്ധൻ്റെ ഇത് വെച്ചിട്ട് പ്രേ ചെയ്യുന്നുണ്ട്. ഇവിടെ എല്ലാ സ്ഥലത്തും ഇങ്ങനെ ജംഗ്ഷൻ പോലെ ഇങ്ങനെ ബുദ്ധൻ്റെ ഇതുണ്ട് വെച്ചിട്ടുണ്ട്. ഈവൻ ഈ സ്റ്റെയറിൻ്റെ ഈ പിടിയും അതെല്ലാം മാർബിളാണ്. ഇവിടെ നമ്മുടെ നാട്ടിൽ നമ്മളോരോ ഇപ്പോൾ ഓണം വരും, അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് നമ്മൾ മരിച്ചു പോയവർക്ക് ഫുഡ് വെക്കുമല്ലോ, അത് കഴിഞ്ഞിട്ടല്ലേ നമ്മൾ കഴിക്കുന്നത്. അതേപോലെ ഇവിടുത്തെ കിങ്ങും ക്യൂനും ഒക്കെ ആയിരിക്കും. പക്ഷെ അങ്ങനെ മരിച്ചു പോയവർക്ക് അവർ ഫുഡും പൂക്കളും അങ്ങനെയെല്ലാം വെക്കാറുണ്ട്. എന്നും ഹോട്ടലിൽ എന്നും വെക്കുമായിരുന്നു, പക്ഷെ അങ്ങനെ എന്നും വെക്കണം എന്നില്ല. എന്തെങ്കിലും നല്ല ദിവസങ്ങളൊക്കെ ഉള്ളപ്പോഴാണ് വെക്കുന്നത്. പക്ഷെ ഹോട്ടലുകളിലൊക്കെ മീൻസ് അവർക്ക് അത് പറ്റുമല്ലോ എന്നും വെക്കാൻ. അതുകൊണ്ട് പൂക്കളും അതുപോലെ ഫുഡും വെക്കും. ഇവിടെ നമുക്ക് ബ്ലെസ്സിങ്സ് കിട്ടും എന്നൊരു വിശ്വാസമുണ്ട്. ഇവിടുന്ന് നമുക്ക് ബുദ്ധൻ്റെ ഒരു
ഇങ്ങനെ ചെറിയ ചെറിയ സ്റ്റാച്ചു പോലത്തെ ഒരു ഇതുണ്ട്, ലോക്കറ്റ് പോലത്തെ. ഏകദേശം ഇങ്ങനെ ഇരിക്കും. പക്ഷെ ഇത്ര സൈസ് ഉണ്ടല്ലോ അവിടെ. പിന്നെ സൈസ് ഉള്ളതും ഉണ്ട്. ഇതൊക്കെ അവർ റേറ്റ് എഴുതി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് 450 ബാത്ത്, 100 ബാത്ത്, 70 ബാത്ത്, 50 അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഓരോന്നോരോന്നായിട്ടുണ്ട്. ഞങ്ങൾ ഇവിടുന്ന് ഒരു സൂനിയർ വാങ്ങിച്ചു. ഐ ലവ് തായ്ലൻഡ് ഗൈസ്. അപ്പോൾ നമ്മൾ നമ്മളിപ്പോൾ കയറാണ്. ഇവിടെ ആ കൂടെ 45 മിനിറ്റ്സേ ഇവിടെ പാർക്കിംഗ് അലോ ചെയ്യത്തുള്ളൂ. സെക്യൂരിറ്റി റീസൺസ് എല്ലാം. ബുധൻ്റെ ഇത് ഗോൾഡ് ആയതുകൊണ്ടായിരിക്കും ഇത്രയും സെക്യൂരിറ്റി. അപ്പോൾ ഇപ്പോൾ നമ്മൾ കയറാണ്. ഇനിയിപ്പോൾ നമുക്കുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷോപ്പിങ്ങും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇപ്പോൾ ഞങ്ങൾ ഷോപ്പിങ്ങിന് പോവാണ്. ഇപ്പോൾ നമ്മൾ ഇവിടുന്ന് കഴിഞ്ഞു. ഇപ്പം ഇതിനകത്ത് ഞങ്ങളുടെ ഹോട്ടലിനകത്തൂടെ തന്നെ ഞങ്ങൾക്ക് മാളിനകത്തോട്ട് ആക്സസ് ഉണ്ട്. ഇതാണ്ടോ ലേഡി. ഇവിടുന്ന് വാനും കാര്യങ്ങളെല്ലാം ബുക്ക് ചെയ്യാൻ പറ്റും. എന്താണ് എയർപോർട്ട് ട്രാൻസ്ഫർ അതെല്ലാം ഇവർ തന്നെ ഇവിടുത്തെ തന്നെ ചെയ്യാം. ഇതാണ് മാർക്കറ്റ് പോലത്തേത്. നമുക്ക് ഇവിടുന്ന് ഡയറക്റ്റ് ആക്സസ് ഉള്ളത്. ATM കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഇത് മോളെന്നാണ് അവർ പറയുന്നത്, പക്ഷേ ഒരു മാർക്കറ്റ് സെറ്റപ്പാണിത്. ലിഫ്റ്റും കാര്യങ്ങളെല്ലാം ഉണ്ട്. പക്ഷെങ്കിൽ ഇതൊരു മാർക്കറ്റ് സെറ്റപ്പാണ്. നാട്ടിലെ മറ്റേ പാത്രക്കട പോലെ ഉണ്ട്. നാട്ടിലെ സെയിം ഒരു പാത്രക്കട. ഇവിടെ ഏറ്റവും ഹൈലൈറ്റ് എല്ലാ ഫേക്ക് ബാഗ്സും കിട്ടും. ഇത് മൊത്തം ഫേക്കാണ്. പക്ഷേ ഒരിക്കലും നമുക്ക് കണ്ടാൽ പറയത്തില്ല ഫേക്കാണെന്ന്. ഇവിടെ ഉള്ള ഒരു ചേച്ചിയുടെ കയ്യിൽ ഈ മൈക്കിൾ കോഴ്സിൻ്റെ സെയിം ബാഗ് ഉണ്ട്. അത് ഒറിജിനലായിരിക്കും. ഇത് ഫേക്കാണ്. രണ്ടും തൊട്ടാലും ഇതെല്ലാം ഫീൽ ചെയ്താലും സെയിം. അപ്പം ഞങ്ങളിപ്പം വെളിയിലോട്ട് പോകും, മോളിലോട്ട് പോകാമെന്ന് വിചാരിച്ചു. ഇത് മാളായിട്ട് ഫീൽ ചെയ്തില്ല. ഇത് ലോക്കൽ മാൾ. ഒട്ടും വെയിലില്ല ഇവിടെ. പെട്ടെന്ന് മഴയും പെട്ടെന്ന് വെയിലും. രാവിലെ ഭയങ്കര മഴയായിട്ടാ ഈ കൊട എടുത്തോട്ട് വന്നത്. ഇപ്പൊ ഭയങ്കര വെയില്. കണ്ട മഴ പെയ്ത പോലെ തോന്നത്തുമില്ല. ടൂർ മാനേജർ പറഞ്ഞ് ഇവിടെ ഇപ്പൊ ഈ മഴ പെയ്തത് കൊണ്ടാണ് നമുക്ക് ഇങ്ങനെ നടക്കാൻ പറ്റുന്നത്. അല്ലെ ഭയങ്കര ചൂടാ നോർമലി. കൊടയൊക്കെ പിടിച്ചിട്ട് നടക്കുന്നുണ്ട് ഒരാള്. നമുക്ക് ഇനി നേരെ നടന്ന് അപ്പുറത്തെ സൈഡിലാണ് പോകേണ്ടത്. അപ്പോൾ അവിടെയാണ് മാളിൽ നമ്മൾ പോകണമെന്ന് പറഞ്ഞത്. ഇതിനകത്തൂടെ കയറി പോകാൻ പറ്റും. ആ ഓവർ ബ്രിഡ്ജിൽ കൂടെ നമുക്ക് കയറി പോകാൻ പറ്റും. ചേട്ടനങ്ങ് നടന്നു പോയി. ഇപ്പം ശരിക്കും ഞങ്ങളുടെ കയ്യിൽ ഇതുണ്ട്, ടൈമുണ്ട്. ഞങ്ങൾക്ക് 11:30 ആകുമ്പോൾ ഞങ്ങൾ ഇറങ്ങിയാൽ മതി. 12 മണി ആകുമ്പോഴത്തേക്ക് ഹോട്ടലിലോട്ട് എത്തിയാൽ മതി എന്ന് പറഞ്ഞു. അത് ഞങ്ങൾ താമസിച്ച ഹോട്ടലിൽ തന്നെയാണ് ആ റെസ്റ്റോറൻറ്റ് ഉള്ളത്. ആ റെസ്റ്റോറൻറ്റിലോട്ട് 12 മണി ആകുമ്പോൾ എത്തിയാൽ മതി എന്നാണ് പറഞ്ഞത്. ഇന്ന് ശരിക്കും നമുക്ക് കുറച്ചൊരു സമയം കിട്ടിയത് ഇങ്ങനെ പോകാൻ. ബാക്കിയെല്ലാം അവരുടെ ഒപ്പം തന്നെ പോകണം. ഇന്ന് ട്രാവൽ ആയതുകൊണ്ട് ഇങ്ങനെ അയക്കുന്നത്. ഇന്ന് ഒരു ഗോൾഡൻ ടെമ്പിൾ മാത്രമേ പോയുള്ളൂ. ഗോൾഡൻ ബുദ്ധ മാത്രമേ നമ്മൾ പോയിട്ടുള്ളൂ. അത് കഴിഞ്ഞിട്ട് ബാക്കി സമയം ഷോപ്പിങ്ങിനും പിന്നെ നമ്മൾ ഫുഡ് കഴിച്ച് എയർപോർട്ടിലോട്ട് ഡയറക്റ്റ് പോവുക. അതുകൊണ്ട് അതിൻ്റെ ഇടയ്ക്ക് ഒരു ഗ്യാപ്പ് കിട്ടിയതാണ് നമ്മളിപ്പോൾ വെളിയിൽ ഇറങ്ങിയിരിക്കുന്നത്. മറ്റു ദിവസങ്ങളിലൊക്കെ സമയം ഉണ്ടായിരുന്നു രാത്രിയിൽ. പക്ഷെ രാത്രി പ്രശ്നം എന്താ വെച്ചാൽ 9 മണി 10 മണിയൊക്കെ കഴിയുമ്പോഴത്തേക്ക് അടച്ചു തുടങ്ങുമെല്ലാം. അപ്പോൾ പിന്നെ മോളൊക്കെ ആണെങ്കിൽ 9 മണി കഴിഞ്ഞപ്പോൾ അടച്ചല്ലേ. പിന്നെ മറ്റേ അല്ലാത്ത സ്ട്രീറ്റ്സ് ഉണ്ട്. നൈറ്റ് മാർക്കറ്റ് ഒക്കെ നൈറ്റ് 2 മണി വരെ ഉണ്ട്. പിന്നെ കുഴപ്പമില്ല, അങ്ങനെയുള്ളതിട്ട് പോകാം. പക്ഷെ മോളും അങ്ങനെയുള്ള സ്ഥലങ്ങളെല്ലാം അടയ്ക്കും. ഇപ്പം ഞങ്ങൾ ഈ ഓവർ ബ്രിഡ്ജിലോട്ട് കയറി. ഓവർ ബ്രിഡ്ജ് മാളിലോട്ട് പോകാൻ പറ്റും. പിന്നെ അത് വെയിലും ഇല്ല. ഇവിടുത്തെ വേറൊരു കാര്യം ശ്രദ്ധിച്ചോ, എല്ലാ വാക്ക് വേകളിലൊക്കെ ഷെയ്ഡ് വെച്ചിട്ടുണ്ട്. ഷെയ്ഡ് വെച്ചിട്ടുണ്ട്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൃത്തിയുണ്ട് നന്നായിട്ട്. അവര് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഒന്നാമത്തെ ടൂറിസ്റ്റ് കൺട്രി ആയതുകൊണ്ടായിരിക്കും, അത് വേറെ ഇത്. പക്ഷേ ഇങ്ങനെ കുറെ ഹോട്ടലുകളിൽ മേളിൽ മരങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് അവര്. അതുകൊണ്ട് ഏറ്റവും മേലെയൊക്കെ മരങ്ങൾ വെച്ചേക്കുന്ന നോക്കണ്ട. ഇവിടെ ആയാലും ചെറിയ ചെടികളല്ല വെച്ചേക്കുന്നത്, മരങ്ങളാണ് വെച്ചേക്കുന്നത്. പക്ഷെ അത് നല്ല രസമാണ് കാണാനായാലും. എല്ലാ ബിൽഡിങ്ങിലും ഉണ്ട്. ആൽമരം, അത് അത്രയും തണുപ്പ് ഇവിടെ. മരങ്ങളും ബാക്കിയുള്ളതൊക്കെ നമ്മുടെ നാട്ടിലെ കേരളത്തിലെ പോലെയൊക്കെ ഉണ്ട്. ഇതല്ലേ മാള്, സെൻട്രൽ മാള്. ഇതാണ് നമ്മൾ പോകേണ്ട മാള്. ശരിക്കും പട്ടായയുടെ ഒറിജിനൽ പേര് പട്ടായതല്ല, ടപ്പായ അങ്ങനെന്തോ ആണ്. പട്ടായെന്ന് ആൾക്കാർ പറഞ്ഞു ഫോറിനേഴ്സ് മിസ്പ്രൊനൗൺസ് ചെയ്ത്
അത് ഇങ്ങനെ പട്ടായ ആയതാണ്. പട്ടായാണ്. ആൾക്കാർ തെറ്റി പറഞ്ഞു ടീയാണ്. പട്ടായ എന്ന് ആൾക്കാർ പറഞ്ഞു, ടപ്പായെന്നോ അങ്ങനെ എന്തോ പറഞ്ഞ് തെറ്റി പറഞ്ഞു പട്ടായ ആയതാണ്. പിന്നെ ഇപ്പൊ ഒഫീഷ്യലി അത് പട്ടായ ആയി. പട്ടായ ഭയങ്കര ചെറിയ ഒരു സ്ഥലമായിരുന്നു. ഈ ടൂറിസം കാരണം ഡെവലപ്പായ ഒരു സ്ഥലമാണ് പട്ടായ. ഇതും ഒരു മാർക്കറ്റാണ് ഈ ബിൽഡിങ്. പക്ഷെ നമ്മൾ മുകളിലോട്ട് പോകാന്ന് വിചാരിച്ചു. അപ്പുറത്തെ ഒരു സൂപ്പർ മാർക്കറ്റാണ് ബിഗ് സി എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇതാണോ, ഇതാ ഞങ്ങൾ പറഞ്ഞത്. എല്ലായിടത്തും ഇത് ഗണപതിയാ. ഇങ്ങനെ ഓരോരോരോ ഇതുണ്ട്. ഇപ്പൊ ഇത് ഗണപതി ഉണ്ട്, അപ്പുറത്ത് ബുദ്ധന്റെ ഉണ്ട്. എല്ലായിടത്തും നമുക്കിങ്ങനെ ഓരോരോരോ ടെമ്പിൾസ് പോലെ ചെറിയത് കാണാൻ പറ്റും. ആൾക്കാർ ഓഫറിങ്സ് ഒക്കെ കൊടുത്തിട്ടുള്ള പരിപാടീസ്. ഇതൊക്കെ അവരുടെ എന്ത് പ്രെയർ ഉണ്ടായിരുന്നു അവരുടെ കയ്യിലെല്ലാം. അവരുടെ കയ്യിലൊരു പേപ്പർ കണ്ടോ? പക്ഷെ ഇതെല്ലാം ഉണ്ടെങ്കിലും ഒരു നോക്കിയ സിറ്റി മൊത്തമായിട്ടൊരു വൃത്തിയിലാണ് ഉള്ളത്. ലൈക്ക് അങ്ങനെ കുറെ വേസ്റ്റോ കാര്യങ്ങളോ ഒന്നും. അതുപോലെ ഇത്രയും ഈ സിറ്റിയുടെ നടുക്കുന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല ശാന്തമായിട്ട് അവിടെ പോയിരിക്കുന്നത്. സത്യം, കുറെ ഹോങ്കിങ്ങോ അങ്ങനെയൊന്നുമില്ല. ഈവൻ നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ലോക്കൽ മാർക്കറ്റിൽ നമ്മൾ പോയാൽ പോലും വേസ്റ്റുകൾ കെട്ടി വെച്ചിട്ടാണ് ഉള്ളത് അവര് സൈഡിൽ. മീൻസ് ആൾക്കാർ എടുത്തിട്ട് പോവാൻ വേണ്ടിയുള്ള രീതിയിൽ കെട്ടി വെച്ചിട്ടാണ് അവർ അതിങ്ങനെ സ്റ്റാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. പക്ഷെ അല്ലാലും ഇങ്ങനെ വേസ്റ്റുകൾ ഇങ്ങനെ കിടക്കുന്നില്ല. സിറ്റി ആണെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന അത്ര വലിപ്പമൊന്നും റോഡിനില്ല, ഹോങ്കിയായിട്ട് ഇരിക്കത്തക്ക പോലെ. എന്നിട്ടും അവരത് ചെയ്യാറില്ല അൺനെസസറി ആയിട്ട്, അല്ലേ? അതെ, അതിപ്പോ നമ്മുടെ കാനഡയിലെ പോലെ തന്നെയാണ് ഇവിടെ. പക്ഷെ കാനഡയിലെ ഒരു കാര്യം വെച്ചാൽ നമുക്ക് റോഡ് അത്രയും ഡെവലപ്ഡ് ആണ്, അത്രയും പോപ്പുലേഷൻ ഇല്ല. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ടൈറ്റ് ആയിട്ട് സ്പേസസ് വന്നാൽ പോലും ആൾക്കാർ ഹോങ്ക് ചെയ്യുന്നില്ല നെസസറി അല്ലെങ്കിൽ. കണ്ടോ ഇവിടെ വലിയൊരു എലിഫന്റ്. മാളിന്റെ ഡോറ് തുറന്നപ്പോ തന്നെ ഒരു തണുത്ത കാറ്റ് ഇങ്ങനെ അടിക്കുന്നുണ്ട്. ചീസ് കേക്ക് ഫാക്ടറി. ചീസ് കേക്ക് ഫാക്ടറി. എന്തൊരു ആശ്വാസം എന്നറിയോ, തണുപ്പ് കാറ്റ് ഇങ്ങനെ അടിച്ചപ്പോ തന്നെ ഒരു ഭയങ്കര ഒരു ആശ്വാസം. ഇവിടെ ഉള്ള ബാഗൊക്കെ ഒറിജിനൽ ബാഗ്സ് ആണ്. നല്ല രസമാണ്. കുഞ്ഞു ബാഗ്. വലിയൊരു ഡക്കിന്റെ ബലൂൺ. ഇത് ബാത്ത് ബോംസ്. ബാക്കിയൊക്കെ സോപ്പാ അല്ലേ? ഇതൊക്കെ സോപ്പാണ്. ഓരോ ഷേപ്പിലുള്ള സോപ്പുകൾ. ഹാൻഡ് മെയ്ഡ് സോപ്പ് അതെല്ലാം കണ്ടത്. കണ്ട ഒറിജിനൽ പോലെ തോന്നുള്ളൂ ശരിക്കും പറഞ്ഞു. മാംഗോസ്റ്റീനൊക്കെ ഹാൻഡ് മെയ്ഡ് സോപ്സ്, ബോട്ടിൽസ്. ഇത് മൊത്തം ഡ്രിങ്ക്സിന്റെ സ്ഥലങ്ങളാണ്. വിസ്കി, വൈന്, ബിയർ എല്ലാം ഉണ്ട്. ഇതിനകത്ത് വല്ല ബൂം ബാങ്കിന്റെ ഉണ്ടോ? ബൂം ബാങ്കിന്റെ തുടങ്ങിയിട്ടില്ലല്ലോ. എനിക്ക് തന്നെ ഇവരുടെ മോഡലിനുള്ള ഓഡീഷനോ അങ്ങനെ എന്തോ സാധനമാണ്. അപ്പം അതിനെല്ലാരും കൂടെ വന്നിട്ട് ഫോട്ടോഷൂട്ട്സ് നടത്തിക്കൊണ്ടിരിക്കുക. അത് ഇത്രേ കണ്ടുള്ളൂ. ലുലു മാത്രമേ എന്നിട്ടാണ് നോക്കി, അയ്യോ ഇതാണല്ലോ. ഇതും ഹാൻഡ് മെയ്ഡ് സോപ്സാ. ഇവിടെ അങ്ങനെയുള്ള കുറേ ഉണ്ട്. നമ്മൾ അന്ന് മറ്റേ എന്തായാലും പറഞ്ഞത് ഫ്ലോട്ടിംഗ് മാർക്കറ്റിലൊക്കെ പോയപ്പോഴും കണ്ടായിരുന്നു ഇങ്ങനെ ഹാൻഡ് മെയ്ഡ് സോപ്സ്. എനിക്കൊന്ന് ഇവിടുത്തെ ആൾക്കാർ അങ്ങനെ കുറെ യൂസ് ചെയ്യുന്നു തോന്നുന്നു. അങ്ങ് നടന്നു പോവാ. മേലോട്ട് കയറാന്ന് പറഞ്ഞ എസ്കലേറ്റർ എങ്ങോട്ടാ പോകുന്നതെന്നൊന്നും നോക്കുന്നില്ല. ഞാൻ അങ്ങ് പോവാന്ന്. താൻ പറഞ്ഞു, ഞാൻ പോയി. ഇത് മൊത്തം സോപ്പാ. മിറ്റടുത്ത് കണ്ട പോലെ. ദുര്യൻ. ദുര്യൻ എനിക്കിത് കണ്ടിട്ട് ഭയങ്കര ദുരന്തമായിട്ട് തോന്നുന്നു. എന്തോ മണമാണ്. ഒരു വല്ലാത്ത സ്മെല്ലാ. പക്ഷെ ഇവരവിടെ ഭയങ്കരമായിട്ട് കഴിക്കും. അത് നമ്മുടെ ഹോട്ടലിലെല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. മീൻസ് ഇത് ഹോട്ടൽ റൂമിൽ കൊണ്ടുവരുന്നത്. ഇതൊക്കെ എന്ത് പെർഫെക്റ്റ് ആയിട്ട് നീ കണ്ടാ പറയും മാംഗോസ്റ്റീൻ അല്ലെന്ന്. ഇവിടുത്തെ ആപ്പിളൊക്കെ നോക്ക്. അല്ല ഇതൊക്കെ ഇതിന്റെ ആ ഒരു എതിളൊക്കെ നോക്കിയേ. ഇപ്പൊ ഇത് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് ആ അത് മോൾഡായിരിക്കും. മോൾഡാണ്, എന്നാലും ഇതിനകത്ത് അതേപോലെ തന്നെ ഫീൽ ചെയ്യുന്നുണ്ട് ആ വരകൾ. പക്ഷെ ഇതിനെ നോക്കിയേ. അതെ, ആ തണ്ടിന്റെ അറ്റം അതൊക്കെ കറക്റ്റായിട്ട് കണ്ടോ. ഇവിടെ എത്തിയപ്പോഴേ ഒരു മണം. ഇത് ആ പഴം വെച്ചേക്കുന്നുണ്ട്. പഴം വെച്ചേക്കുന്നുണ്ട്. ഇവിടെ ഒരു വല്ലാത്ത സ്മെല്ലുണ്ട്. അത് ഈ പഴത്തിന്റെ നമ്മൾ മുമ്പേ കാണിച്ചിട്ടില്ലേ? ദുര്യൻ. ദുര്യൻ.
ദുരന്തമായ ദുര്യൻ. വന്നില്ലല്ലോ. വരും. ആക്സിലേറ്റർ വിട്ട് ഏതാ? റൈറ്റ് ആക്സിലേറ്ററും ലെഫ്റ്റ് ബ്രേക്കും ആയിരിക്കും. അയ്യോ ഞാൻ ബ്രേക്കൊക്കെ പിടിച്ച് വളക്കി. 24ാമത്തെ സ്ഥാനമാണ്. എത്ര പേരുണ്ട്? 24 പേര്. കുഴിയിലൊക്കെ ഇപ്പൊ വീടേരെ. എല്ലാരും ലാസ്റ്റ് സ്ഥലമൊക്കെ കണ്ട് വിശാലമായി പോകുന്നുണ്ട് ആള്. ഇതല്ല, ഇതിന്റെ അപ്പുറം ചാടിക്കടന്നവനാണ്. ലാസ്റ്റ് നിമിഷം ബൂസ്റ്റോ? ഇവിടെ എന്താ സംഭവിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. 12ാം സ്ഥാനമോ? അതാണ്. സന്തോഷമായോ? പിന്നെ കുറെ നാളായിരുന്നു മാരിയെ കണ്ടിട്ട്. ഇനിയും കുറെ എക്സ്പ്ലോർ ചെയ്യാൻ കുറെ ഫ്ലോർസ് ഉണ്ട്. പക്ഷെ ടൈം അതാണ് ഇപ്പൊ ഞങ്ങളുടെ മെയിൻ പ്ലെയർ അല്ലേ. ഈ കുരങ്ങ് ഒന്നും നോക്കത്തില്ല. ഞാൻ എങ്ങോട്ടാ പോകുന്നത് അങ്ങോട്ടങ്ങ് പോവുക. തൊട്ടടുത്തായിരുന്നു എസ്കലേറ്റർ ഉള്ളത്. എന്നാ നോക്കി നടക്കുക ഇല്ല. ഞാൻ ഇങ്ങനെയൊക്കെ നോക്കും. ഞാൻ താരം ഇങ്ങോട്ട് പോകുന്നത് അങ്ങോട്ടേക്ക് പോകും. അങ്ങനെ പോയതാണ് ഇന്നലെ എനിക്ക് അബദ്ധം പറ്റിയത്. താൻ എന്നോട് അവിടെ നിൽക്കാൻ പറഞ്ഞു. ഞാൻ അവിടെ തന്നെ നിന്ന്. ഞാൻ അനങ്ങിയിട്ടില്ല. എന്നിട്ട് എന്നെ ഇട്ടിട്ട് വല്ല വഴിക്ക് പോയി നിൽക്കുക. ഞാൻ തൊട്ടപ്പുറത്ത് തന്നെ ആയിരുന്നു. എനിക്കറിയില്ല, ഞാൻ ഇറങ്ങിയപ്പോ എക്സിറ്റ് മാറിപ്പോയതാ. എന്നോട് എവിടെ നിൽക്കാനാ പറഞ്ഞേ? അവിടെ നിൽക്കാൻ പറഞ്ഞോ? ഞാൻ അനുസരണയോട് അവിടെ നിന്നു. സാധാരണ ഞാൻ അങ്ങനെ നിൽക്കാത്ത. ഞാൻ അങ്ങോട്ടൊക്കെ പോയി നോക്കും. പക്ഷെ എനിക്ക് ഇന്നലെ ഒരു പുതിയൊരു സ്ഥലം ആയതുകൊണ്ടായിരിക്കും ഞാൻ അങ്ങനെ നിന്ന്. പിന്നെ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു ഓൾറെഡി അവർ പറഞ്ഞ് മിസ്സായി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ പോകും. അങ്ങനെ ഞങ്ങളുടെ ഇവിടുത്തെ പരിപാടി തീർന്നിട്ട് ഞങ്ങൾ ഇറങ്ങുകയാണ്. ഇനിയും ബാങ്കോക്ക് വിടാൻ കുറച്ച് സമയങ്ങൾ മാത്രം, വളരെ കുറച്ച് സമയം. ഇതല്ലേ മറ്റേ ഫ്ലാഷ് മോബിനൊക്കെ പറ്റിയൊരു സ്ഥലം. എന്തെങ്കിലുമൊക്കെ പരിപാടീസ് എനിക്ക് തോന്നുന്നു ഈ ഒരു ഏരിയയിൽ അവരെന്തായാലും നടത്തും. ഇപ്പൊ ഇല്ലെങ്കിലും എന്ന് വെച്ചാൽ അത്രയും വലിയൊരു സ്ഥലമാണ് ഇതുള്ളത്. അങ്ങനെ കിഷ്മ പറഞ്ഞ സാധനം ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്നു. ഡ്രൈഡ് മാംഗോ. ഇത് മിക്കതും അതെ, ഇത് മിക്കതും ഞങ്ങൾ ഫ്ലൈറ്റിലിരുന്ന് കഴിച്ച് ഒരല്ലി വല്ലോ കിട്ടിയ അല്ല ഒരു മാംഗോ, ഒരു ചപ്പിയ അല്ലി കഷ്ണം. ഇപ്രാവശ്യം ഞങ്ങൾ ആ ബ്രിഡ്ജ് യൂസ് ചെയ്യുന്നില്ല. ബ്രിഡ്ജ് യൂസ് ചെയ്യാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അവന് അവിടെ ചെന്നിട്ട് റോഡ് ക്രോസ് ഉണ്ട്. ആ കൂടെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട പിടിച്ച് പോകണം, കുട തൂങ്ങി പോകണം. ഇനി 1 മണിക്കൂറേ ഉള്ളൂ നമുക്ക് കഴിച്ച് ബസ്സിൽ കയറാൻ. 1 മണിക്കൂർ പടപടാന്ന് കഴിക്കണം. 1 മണിക്കൂർ ഇവിടുന്ന് നമ്മൾ ആദ്യം ഹോട്ടലിൽ എത്തണം. അതെ, അവിടെ ഫുഡ് കഴിക്കുന്നിടത്ത് എത്തണം. വേറൊരു കാര്യം ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇത് റിപ്പീറ്റഡ് ആവുന്നൊരു റെസ്റ്റോറൻറ്റാണ് വരുന്നത്. ഞങ്ങളിത് ഒരു ദിവസം നൈറ്റ് പോയി കഴിച്ച സ്ഥലമാണ്. ഞങ്ങൾക്ക് അങ്ങനെ വലിയതായിട്ട് ഇഷ്ടപ്പെടാത്ത ഒരേ ഒരു സ്ഥലമേ ഉള്ളായിരുന്നു, അതിതാ. പക്ഷേ ഇന്നത്തെ ടൈമിൻ്റെ ലിമിറ്റേഷൻസ് കാരണം അവരിവിടെ ആക്കിയതാണെന്നാണ് അവർ പറയുന്നത്, ഫോർച്യൂണുകാർ. നമ്മൾ ദൂരോട്ട് പോയി കഴിഞ്ഞപ്പോൾ നമുക്ക് ചിലപ്പോൾ ഫ്ലൈറ്റ് എല്ലാവർക്കും ഷോപ്പിംഗ് ചെയ്യാനും എല്ലാത്തിനോട് സമയം ആക്കി വെച്ചേക്കുന്നുണ്ടെന്ന് വെച്ചാൽ എല്ലാവർക്കും ഷോപ്പ് ചെയ്യാൻ ടൈമാണെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഷോപ്പ് ചെയ്യേണ്ടവർക്ക് എല്ലാം കൂടെ ടൈമിനും എല്ലാം കൂടെ കിട്ടിയിട്ട് വെക്കാൻ വേണ്ടിയിലാണ് അവർ ഈ ഹോട്ടൽ ചൂസ് ചെയ്തതെന്ന് പറയുന്നത്. എനിക്ക് അഭിപ്രായമില്ല. ഓൾറെഡി നമ്മൾ പറഞ്ഞതായിരുന്നു ഫുഡ് കൊള്ളില്ല എന്ന്. ആ ഒരു ചെറിയൊരു അഭിപ്രായം മാത്രം. ഈ ഒരിടത്തേ ഉള്ളൂ, ബാക്കി എല്ലാം നല്ലതായിരുന്നു. ഈ ഫുഡ് ഉള്ള സ്ഥലം ഞങ്ങൾക്ക് കഴിഞ്ഞ പ്രാവശ്യം കഴിച്ചപ്പോൾ ഇഷ്ടപ്പെട്ടില്ല. ഈ പ്രാവശ്യം എങ്ങനെ അവരോട് പറഞ്ഞിട്ടുണ്ട്, നമുക്ക് ആഡ് ചെയ്തിട്ടുണ്ട്, വേറെ ഏതൊരു ഫുഡ് ആഡ് ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. നമുക്ക് നോക്കാം എന്തായാലും. ഇതാണ് റെസ്റ്റോറൻറ്റ്. ഗുഡ് മോർണിംഗ്. താങ്ക് യു. ഇവിടെ കഥകളിയൊക്കെ വെച്ചിട്ടുണ്ട്. കഥകളിയൊക്കെ വെച്ച്, പക്ഷെ നമ്മുടെ ഫുഡല്ലേ അതല്ലേ കയറിയ പോലെ ഇല്ല. ഞങ്ങൾ ഇറങ്ങിയപ്പം അഭിപ്രായത്തിന് ഇച്ചിരി മാറ്റങ്ങൾ. അല്ല, ഇന്നലെ നമ്മൾ പറഞ്ഞത് അവര് അത് നമ്മൾ പറഞ്ഞ ഫീഡ്ബാക്ക് എടുത്ത് അവരത് മാറ്റിയല്ലേ. പിന്നെ മാറ്റിയപ്പോൾ എരിവുണ്ട്. ഫുഡിന്റെ സ്റ്റൈൽ അങ്ങനെ ആയതുകൊണ്ടാണ് അവർ ഇച്ചിരി എരിവ് വെച്ചേക്കുന്നത്. എന്ന് വെച്ചാൽ ഓൾറെഡി നമ്മളിപ്പോൾ എത്ര എരിവുണ്ടെന്ന് ഭയങ്കരമായിട്ട് എരിവ് കഴിക്കുന്നവർക്ക് എത്ര എരിവ് കുറച്ചാലും ചെറിയൊരു എരിവ് വരും. അതേപോലെയാണ് ആ ബിരിയാണിക്കും. ഉപ്പൊക്കെ കുറഞ്ഞു. ഉപ്പായിരുന്നു ഭയങ്കരമായിട്ട് ഇങ്ങനെ ഹൈ ആയിട്ട് നിന്നത്, കഴിക്കാൻ പറ്റാത്ത പോലെ. അതൊക്കെ മാറി. ബിരിയാണി കുഴപ്പമൊന്നുമില്ലായിരുന്നു. ബിരിയാണി ഒരു സ്പെഷ്യൽ ആഡ് ചെയ്ത് ബിരിയാണി. ഫിഷ് നല്ലായിരുന്നു. നല്ല ഫിഷ് കറി. പിന്നെ വേറെ നമ്മൾ ട്രൈ ചെയ്തില്ല. ഒന്നാമത്തെ ട്രാവൽ ചെയ്യുന്നോണ്ടും പിന്നെ ആദ്യം വലിയ മൂഡില്ലാത്തതുകൊണ്ടും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്നും കഴിച്ചില്ല. ഐസ്ക്രീമും ഒക്കെ തന്നു.
അങ്ങനെ ഞങ്ങൾ ഹോട്ടലിലേക്ക് തിരിച്ച് കയറുകയാണ്. ബാങ്കോക്കിലെ ജീവിതം കഴിഞ്ഞിരിക്കും. ഇനി ബസ്സിൽ കയറുന്നു, ഫ്ലൈറ്റിൽ കയറുന്നു, പോകുന്നു. വീട്ടിലോട്ടായതുകൊണ്ട് ആ ഒരു അതെ, വിഷമമില്ല. അങ്ങനെ ഞങ്ങൾ പെട്ടിയൊക്കെ വെച്ച് ഞങ്ങൾ എയർപോർട്ടിൽ പോകാൻ വേണ്ടി ഹോട്ടലിലോട്ട് വിട പറയുകയാണ്. എല്ലാം ബാങ്കോക്കിനോട് ഞങ്ങൾ വിട പറയുകയാണ്. ഇത് ലാഫിംഗ് ബുദ്ധയാണോ? അല്ല അല്ല, ഇത് ലാഫിംഗ് ബുദ്ധയല്ല. അയ്യോ, ഇനി ഈ ബസ്സിലോട്ട് കേറത്തില്ല, ഇറങ്ങത്ത് മാത്രമേ ഉള്ളൂ. അതെ. അങ്ങനെ ഞങ്ങൾ എയർപോർട്ടിലെത്തി. ഉറങ്ങി എഴുന്നേറ്റപ്പോഴത്തേക്കും ഇതായല്ലേ, ഇവിടെ എത്തി. ഞാൻ ഉറങ്ങാൻ തുടങ്ങിയപ്പോഴത്തേക്ക് ഇവിടെ എത്തി. ഞാൻ കുറച്ചു നേരം ഉറങ്ങി. പക്ഷെ സത്യം പറഞ്ഞാൽ ഞാൻ അറിഞ്ഞില്ല ഇവിടെ എത്തി. ഞാൻ ഉറങ്ങിയപ്പോഴും അപർണ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, ഞാൻ എഴുന്നേറ്റപ്പോഴും അപർണ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ നമ്മൾ പെട്ടിയൊക്കെ കൊടുത്തു. അങ്ങനെ ബോർഡിംഗ് പാസ് കിട്ടി, സെക്യൂരിറ്റി ഗേറ്റ് കഴിഞ്ഞു. ഇവളുടെ സെറ്റഫലിൻ്റെ ക്രീം പോയി. അതിൻ്റെ വിഷമത്തിൽ അവൾ നിൽക്കുന്നു. ഞങ്ങൾ എയർപോർട്ടിൽ പാറിപ്പറന്ന് നടക്കുന്നു. ഇങ്ങോട്ട് വന്നപ്പോൾ ഞാൻ മറ്റേ കത്ത് വെച്ച്, ഞാനത് ഓർത്തില്ല. അത് പോയി. പിന്നെയും ഇവിടെ മാങ്ങയാണ് മൊത്തം. ഈ മാവ് തന്നെ നിൽക്കുന്നു. സത്യം. ഇത് നോക്കൂ ഗൈസ്, എൻ്റെ കുഞ്ഞിന് വിശക്കുന്നോ? ഇല്ല, കുഞ്ഞിന് കവളൊക്കെ ചെറുതായിട്ട് ചുട്ടിയല്ലോ. ആക്കിയതാണല്ലേ. ഒരു ബർഗർ കിങ്ങിന്ന് ഒരു ബർഗർ ആയാലോ, ഒരു ഡബിൾ ചീസ് ബർഗർ. അങ്ങനെ ഗൈസ്, ഞങ്ങളുടെ ഗേറ്റ് നമ്പർ G4 ആണെന്ന് അറിഞ്ഞു. ഞങ്ങൾ G സെക്ഷനിൽ തന്നെയാണ്, പക്ഷേങ്കിൽ ഞങ്ങളിപ്പോൾ കയറുന്നില്ല. ഞങ്ങൾ ഇച്ചിരി കൂടെ കറങ്ങിയിട്ടൊക്കെ കയറും. ഇനി എത്ര മണിക്കൂറാ ഫ്ലൈറ്റ്? 7 hours എന്ന് വെച്ച് കഴിഞ്ഞാൽ 4 hours ഇവിടുന്ന്, 1 hour ലേ ഓവർ, പിന്നെ 2 hours. ഹാപ്പി. ഇതാരാ ഈ അലവലാതി ഷാജി ആരാ? തന്നെ പോവാ. അങ്ങനെ കുഞ്ഞാപ്പി കുറേ നാളായിട്ട് എന്നോട് പറയുകയാണ് അവൾക്ക് ട്രാൻസ്ഫോമർ വേണം, കാറായിട്ട് വേണം. കുഞ്ഞാപ്പിക്ക് തായ്ലൻഡിൽ നിന്ന് ട്രാൻസ്ഫോമർ വാങ്ങിച്ചു. ഞങ്ങൾ വന്നു ഇതിനകത്ത്. ഏതാ ഓട്ടം? അടുത്ത ഫോട്ടോ. ഓ, QR കോഡ്. ഈ ഫോട്ടോസ് കിട്ടണമെങ്കിൽ QR കോഡ് എടുക്കാം. എന്തൊക്കെ പടികളാണ്. ഇവിടെ ക്രീമിന്റെ കാര്യം പറഞ്ഞ് വിഷമിച്ചിരിക്കുകയാണ് ഇപ്പോഴും. എന്നാലും എന്റെ ക്രീം കൊണ്ടുവന്നു. ഒരാവശ്യമില്ലായിരുന്നു, സ്വന്തമായിട്ട് പാക്ക് ചെയ്ത് വെച്ചതാ. അറിയാവുന്നതാണ് 100 ml വെച്ചിട്ടാണെന്ന്. എന്നിട്ട് അവള് പറഞ്ഞു അതിന്റെ അകത്ത് 100 ml ഇല്ലല്ലോ, മീൻസ് 100 ml ഉണ്ടാവുള്ളൂ, 200 ml ഇല്ലല്ലോ, 250 ml അങ്ങനെ എന്തോ ആയിരുന്നു, അതില്ലല്ലോ എന്ന്. പക്ഷെ അവര് പറഞ്ഞ് അതൊന്നും അവർക്കറിയണ്ട, ബോക്സിനകത്ത് പാക്കറ്റിന്റെ പുറത്ത് എന്താ എഴുതിയേക്കുന്നതെന്ന് പറഞ്ഞിട്ട് ഇവളുടെ മുന്നേ വെച്ച് അതിന്റെ വേസ്റ്റ് ബോക്സ് ഓപ്പൺ ആക്കിയിട്ട് അതിനകത്തോട്ടൊക്കെ ടപ്പ് ചെയ്തിട്ട് തകർന്നടിഞ്ഞ ശരീരം. അങ്ങനെ ബോഡിയാണ്. എന്തെങ്കിലും പറയാനുണ്ടോ? വിഷമമുണ്ട്, പിന്നെ വീട്ടിൽ പോയല്ലോ പറ്റും. വിഷമൊന്നുമില്ല, നല്ല ട്രിപ്പായിരുന്നു. എല്ലാ വർഷം പോകാലോ. അതെ, കണക്ഷൻ ഫ്ലൈറ്റോടെ കണക്ഷൻ ഫ്ലൈറ്റ്. ഒരു ഫ്ലൈറ്റിൽ നിന്ന് വേറെ, ഒരു ഫ്ലൈറ്റിൽ നിന്ന് വേറെ. കിട്ടിയത് ഭാഗ്യം. എന്താ പറയുന്നത്, ഇത് കിട്ടിയത് ഭാഗ്യം. അയ്യോ, ഇനി എനിക്ക് 30% പോണേ. ഇനി 30% യാത്ര. 4 hours പ്രിപ്പറേഷൻ. സിനിമ വീട്ടിലേക്ക് കിട്ടി, നമ്മൾ പോവുകയാണ്. പിന്നെ ബാങ്കോക്ക് യാത്ര, തായ്ലൻഡ് യാത്ര തീർന്നു. കഴിഞ്ഞിരിക്കുന്നു. പുറത്താരും വിളിക്കാൻ ലേറ്റ് ആയി എന്നുള്ള കംപ്ലൈന്റ് ഇപ്പൊ അച്ഛൻ തീർക്കും. ഓൾറെഡി വന്നു, എക്സിറ്റിന്റെ അവിടോട്ട് ഇറങ്ങി വരാൻ പറഞ്ഞു. അന്ന് ശരിക്കും നമ്മള് പറഞ്ഞതാ, ഇപ്പഴേ പറഞ്ഞ ഇച്ചിരി കഴിഞ്ഞതാ. ഇപ്രാവശ്യം അച്ഛനോട് ചോദിച്ചില്ല, നിങ്ങൾ പറയട്ടെ, എനിക്കറിയാം. അങ്ങനെ അച്ഛനെയൊക്കെ കണ്ടു. അച്ഛൻ വന്നിരിക്കുന്നു. ഓക്കെ, ബൈ.